ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അതാ ഞങ്ങളെല്ലാവരും എണീറ്റു. വെയിലാകുമ്പോഴേക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാനെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ കണ്ട മഞ്ഞാണ് കേട്ടോ. നമ്മുടെ അവിടെ നല്ല ചൂടാണ്. പക്ഷെ ഇവിടുത്തെ നേരം എടുത്തപ്പോൾ തന്നെ മഞ്ഞൊക്കെ ഇങ്ങനെയായി. നല്ല കാലാവസ്ഥ. അപ്പോൾ ഏതൊക്കെ ഡ്രസ്സ് ഇടണ്ടേ, ഏതൊക്കെ കോസ്റ്റ്യൂമാണ് വേണ്ടേ, കമ്മൽ ഏതൊക്കെയാണെന്നുള്ള സെലക്ഷനാണ് കേട്ടോ. അതൊരു വലിയൊരു പെട്ടി നിവർത്തി വെച്ചിട്ട് ഇത് കണ്ടോ. നമ്മുടെ നാട്ടിലെ സുപ്രഭാതം രാവിലെ തന്നെ വെച്ചിട്ട് അച്ഛൻ എല്ലാവരും ഉണർത്താണ് കേട്ടോ. അപ്പം നമ്മൾ എവിടെ പോയാലും നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. സുപ്രഭ രാമപൂജ അത് കേട്ടോണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും അത് കേട്ടിട്ട് തന്നെയായിട്ട് ഉണർന്നത്. സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കർണാടകയിൽ വന്നിട്ട് വീട്ടിലാണെങ്കിൽ ഇതൊരു ശല്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പാപ്പായും മോളും കൂടി പരസ്പരം സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തണുപ്പൊക്കെ നട്ടിച്ച് കയറിട്ടാ. നല്ല ക്ലൈമറ്റ്. നമ്മുടെ വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. ഇത് ബാക്ക് ഡോറാണ് കേട്ടാ. ഇവിടെ കണ്ട ടവർ ഉള്ളത് കൊണ്ട് നമുക്ക് റേഞ്ചിനോ കാര്യങ്ങളൊക്കെ ഒന്നും പ്രശ്നമില്ല കേട്ടാ. ഫോണൊക്കെ നല്ല ഫുൾ റേഞ്ചാണ്. അവിടെ ചെറിയൊരു ടെമ്പിൾ ഉണ്ട് കേട്ടാ. അപ്പം നമുക്ക് രാവിലെ അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ട്. കണ്ട ഇത്തിരി ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ടെമ്പിളാണത്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് മടിക്കേരി റിസോർട്ടിലേക്കുള്ള പോക്കാണ്. അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ? ചായ കുടിക്കാനായിട്ട് വെയിൽ കായാൻ വേണ്ടി ഇറങ്ങിയതാ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചായക്കട കയറിയിട്ടാ. അപ്പോൾ ഇനി പാർക്കിൻ്റെ അവിടേക്ക് പോകുമ്പോൾ അവിടെ നല്ല തിരക്കായി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര വിശപ്പ് തുടങ്ങി. കുട്ടികൾക്കാൾ കൂടുതൽ നമുക്കാണ് വിശക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മളിതാ ചെന്ന ഒരു ചെറിയ ചായക്കടയാണ്. കാരണം ചെറിയ ചായക്കട കയറിയാലാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി പൂരി ഐറ്റംസൊക്കെ കിട്ടുള്ളൂ. വലിയ വലിയ ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ട് ഇന്നലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചോറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ആകെ ടെൻഷനായി. നമുക്ക് ചോറാണല്ലോ, ചപ്പാത്തി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പറഞ്ഞു, കുറച്ച് പേര് പുട്ട് പറഞ്ഞു, പൂരി പറഞ്ഞു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അവിടുത്തെ ആ ഒരു ചട്നിയും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ വിചാരിച്ചത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ അവിടെ മലയാളീസും ഉണ്ട് കേട്ടോ കുക്കിങ്ങിന്. നമ്മൾ നല്ല ടേസ്റ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമില്ല, നമുക്ക് ഇന്നലെ അവിടുത്തെ ഒരു റൈസാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടെ തീർക്കുകയാണ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ചായയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഏലക്കായൊക്കെ ഇട്ടിട്ട് നമുക്ക് കേരള സ്റ്റൈലിലാണ് ചായയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയൊക്കെ. ഞങ്ങളോടൊന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നാട്ടുകാരെ ഒരു മുസ്ലിം താത്തേനെ കണ്ടു. അപ്പൊ ശരി എന്നാ ഉണ്ട് ആ പാലക്കാട് നിറയുണ്ട്. ശരി ആ ശരി എന്നാ. അസ്സലാമലൈക്കും. കർണാടക ബസ് പോണ കണ്ട കൊടുങ്കാട് ഇട്ട് അതിന്റെ തൊട്ട് ഫ്രണ്ടില് ആ ചായക്കടയുടെ വീട്ടി മാത്രമുള്ളൂ എന്നാ പറയുന്നത്. വീട്ടിമരം മാത്രം. ഞങ്ങളപ്പോ കുശാൽ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. അവിടെയാണ് ഇനി കുറച്ചെങ്കിലും കാണാനുള്ളതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ കുശാൽ നഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെങ്കിലും പേരതിന്റെ കുശാൽ നഗർ. കന്നഡ ഗൊത്തു. അച്ഛൻ വായിക്കച്ചെന്തത് ഇതിലായിട്ട് വായിച്ചെന്ന് കേക്കട്ടെ. ഞാൻ പറയട്ടെ, വൈറ്റ് ഗോൾഡ് നിങ്ങളുടെ സ്വർണം പണമാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം. അതാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഫുള്ളുണ്ടല്ലോ ചന്ദനക്കാടുകളാണ്. ചന്ദനക്കാടുകൾ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. അവിടെ ചൊമ്പ് ചെമ്പകം, നിറയെ ചൊമ്പ് ചെമ്പകം. വണ്ടി 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 വണ്ടി. യാരിവൻ കല്ലും തൂക്കി പോയി. നല്ല ഭംഗിയുള്ളത് പൊട്ടിക്കച്ച. ഭംഗിയുള്ളത് മൊട്ടുണ്ട് അച്ഛാ. മൊട്ട് രണ്ടും കൂടി ചാലില് വീഴുന്നോന്നുണ്ട്. അച്ഛാ മൊട്ട് പൊട്ടിച്ചോട്ടാ. കണ്ടാ ചുവപ്പ്
ചുവന്ന ചമ്പകം. അതെ വിരിഞ്ഞതും ആ ഓക്കെ അതിനെന്നാ കർണാടകക്കാരൻ കെട്ടിടും. ഇതൊരു വലിയൊരു ടൗൺ ആണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. നോക്ക് ടോറസുകൾ വരി വരിയായി പോകും. അവരുടെ വണ്ടി നോക്കിയിട്ട് വീടാണോ അത്? റിസോർട്ടാ? വീടാണ്. ആ അത് വീടാണ്, റിസോർട്ടല്ലമ്മ. നല്ല സ്റ്റൈലായി. ആ ശരി, അവരുടെ റിസോർട്ടും പ്ലാന്റേഷനൊക്കെ ഉണ്ടാവും കൂടെ. ഞങ്ങളിതാ നിസർഗധാമിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങൾ എൻ്റർ ചെയ്യാൻ പോകും. ഓക്കെ, ഞങ്ങളിപ്പോൾ കാവേരി നിസർഗധാമിൽ വണ്ടി പാർക്ക് ചെയ്ത് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതെന്ത് ചെയ്തേക്കണമെന്നറിയോ? ഇതാണ് ശ്രീഹള്ളിയിലോട്ട് പോകുന്ന വഴി. അയ്യോ, അതാ നമ്മൾ കാവേരി നദിയുടെ കുറുകെ പാലത്തിലൂടെ നടക്കുകയാണ്. കണ്ട, ഞാൻ അടിപൊളിയുണ്ട് കാണാൻ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. നോക്ക്, സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ്. ഹായ്, നല്ല സ്ഥലല്ലേ? ഞങ്ങളപ്പോൾ കാവേരി നദിയുടെ കുറുകെയുള്ള തൂക്കുപാലത്തിലൂടെയുള്ള യാത്രയിലാണ്. കുറുകെയല്ല, കുറുകെ. മരത്തടിയിൽ തീർത്ത ഒരു ശില്പം. അതാ മരത്തുമ്മയാണ് വരച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നോക്ക്, കരിപ്പിടിയുടെ ഒരു കൂട്ടം. കരിപ്പിടി ഒന്നല്ലത്, എന്തോ ബ്രാലിന്റെ എന്തോ ഒരു മീൻ, അതിന്റെ കൂട്ടം. അത് വളർത്തുമീൻ്റെ മറ്റേ ഇതിന്റെ ആ നോക്ക്, ശരിക്കും തോന്നുന്നറിയോ പിന്നോട്ട് എനിക്ക് കാഞ്ചനയില പ്രേതം വരില്ലേ? കാഞ്ചനയില പ്രേതത്തിന്റെ പോലെ ഉണ്ടമ്മ. നമുക്ക് ഇവിടെ നമുക്കുണ്ടല്ലോ, എന്റെ പുറകിലുണ്ടല്ലോ ചെറിയൊരു അമ്പലം പോലെ. അത് കാവേരി മാത ദേവീനെ പൂജിക്കണ ഒരു ചെറിയൊരു ക്ഷേത്രം. ഇവിടെ ഫുള്ളേ മുളയുടെ കാട്. നല്ലൊരു അറ്റ്മോസ്ഫിയറില് വെയിലൊന്നും ഉള്ളിക്ക് പെട്ടെന്നൊന്നും വരില്ല. ജുറാസിക് ജംഗിൾ, ബേർഡ് പാർക്ക് ആൻഡ് ഡിയർ പാർക്ക്. ഇത് മൂന്നും കാണാൻ പോണേ. വാ, ഈ ഒരു സൈഡ് ഹോട്ടലുണ്ട്. ബോട്ടിംഗ് ചെയ്തവർക്ക് ബോട്ടിംഗ് ചെയ്യാം. അതാണ് മെയിൻ എൻട്രൻസ് ഇട്ടാ. ഇവിടെ കോട്ടേജുകളും ഈ കാണുന്നതാണ് നമ്മുടെ കൊടവ മെയിൽ ട്രഡീഷണൽ ഡാൻസ് ആണ്. അതായത് നമ്മുടെ കൊടവ സംസ്കാരത്തിന്റെ ആണുങ്ങളുടെ ഡാൻസ്. അവരാണുങ്ങൾ കളിക്കുന്ന ഡാൻസാണ്. ചെറിയൊരു കൊടവ സംസ്കാരത്തിലെ മെയിൽസിന്റെ ഡാൻസ്. ഒരു വടി പോലെയാണ്, ചെറിയ കമ്പി പോലെ. അങ്ങനെ എന്തോ വെച്ചിട്ട് കളിക്കണം. കൊടവക്കാരുടെ ഇടയിൽ എൻ്റെ തല. ഇതിൽ കണ്ടോ അമ്പും ഒക്കെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ വേട്ടയാടലുണ്ടാവണം. സ്വന്തമായിട്ട് ചെറിയ ചെറിയ പക്ഷികളൊക്കെ വേട്ടയാടിയിട്ട് ഭക്ഷണാക്കുന്നതൊക്കെയാണ് തോന്നുക. അതിൽ കണ്ടോ ഒരു അമ്മൂമ്മ കുട്ടീരെ കണ്ടോ? അതൊക്കെ ഇവരുടെ സംസ്കാരത്തിൻ്റെ. അതായത് കൊടവ സംസ്കാരം മൊത്തം ഒറ്റ ഡെമോല് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ജീവിതം, അവരുടെ തൊഴിൽ,
അവർ സാധാരണ അവരുടെ ജീവിതം, ഒരു ദിവസം അവരുടെ എങ്ങനെയാണ് തുടങ്ങുന്നത്, അങ്ങനെ എല്ലാം കാണിച്ചിരിക്കുകയാണ് ഈ ഒരൊറ്റ ഇതിൽ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ, പറയട്ടെ, ലൈഫ് സ്റ്റൈൽ ഓഫ് ട്രൈബൽ പീപ്പിൾ ഇൻ കൊടക്. നമുക്ക് ഇരിക്കാനുള്ളൊരു ചെറിയൊരു സീറ്റാണ്, പാർക്ക് ചെറിയൊരു സീറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് കുട്ടി കുട്ടി വീടുകൾ വെച്ചിട്ടുള്ള മോഡല് നല്ല ക്യൂട്ടായിട്ടുള്ളത്. ഇത് കാണുന്നത് കൊടവ സംസ്കാരത്തിലെ സ്ത്രീകളുടെ ട്രഡീഷണൽ ഡാൻസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഇലത്താളം പോലത്തെ ഒരു സാധനം. ഇതെന്ത് സാധനം? എന്തായാലും അധികം വെയിലൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പാർക്കിലമ്മ. അത്ര വെയിലൊന്നും ഇല്ല. നമുക്ക് എന്താണ് പറയാനുള്ളത് ഈ പാർക്കിനെ പറ്റി? സുന്ദരമായ കാഴ്ചകൾ, കാണാത്ത ബാംബു പാർക്ക് അല്ലേ? നമ്മുടെ അവിടെ ഇങ്ങനത്തെ പാർക്കില്ല. പിന്നെ ഇപ്പോൾ കുറേ കുരങ്ങിൽ വന്നിട്ട് കേരളത്തിലെ കുരങ്ങുകളെ കണ്ടു ഞങ്ങള്. കണ്ട നമുക്കതിന് ഒരു മൊബൈൽ എവിടുന്നോ കിട്ടിയപ്പോൾ എല്ലാ വീഡിയോസും പകർത്തുന്ന അച്ഛത് റെക്കോർഡാണോ ആവോ. അതുപോലെ തന്നെ വേറൊരു ട്രഡീഷണൽ ഡാൻസ് ഉണ്ട് മെയിൽസിന്റെ കോലാട്ട. അകലെ തന്നെ ഇപ്പൊ ദ ബേർഡ്സ് പാർക്കിന്റെ വോയിസ് ആണ് കേൾക്കണേ, കാ കാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ദ ബേർഡ്സ് പാർക്കിലോട്ടുള്ള എൻട്രൻസ് ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ കിടന്ന് വെപ്രാളം പിടിക്കാൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി